ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ ഗീതുവിനെയും കൊണ്ടേ പോകൂ എന്നുള്ള വാശിയിൽ തന്നെ നിൽക്കുന്നു. മാക്സിമം ഗോവിന്ദന്റെ കൂടെ പോകാതിരിക്കാനായിട്ട് ഗീതു പരിശ്രമിച്ചു. പക്ഷെ ഗോവിന്ദൻ ആരാ പൊന്നുമോൻ ഗീതുവിനെയും കൊണ്ടേ പോകൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കാം. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അവിടുന്ന് പോകുന്നു. ഗോവിന്ദൻ വണ്ടിയെ കയറി. ഈ സമയം അമ്മയുടെ അഭിനയ മികവിനുള്ള സമ്മാനമേ ഞാൻ നാളെ തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ നിന്ന് അങ്ങ് പോണു. ധ്യാൻ ഇതൊക്കെ കണ്ട് ചിരിച്ചോണ്ട് അവിടെ നിൽക്കാം. അത് കഴിഞ്ഞ് അവര് വണ്ടിയിൽ കയറി അങ്ങനെ അങ്ങ് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സുവർണ ക്യാമറയിൽ പകർത്തി. ഈ തെളിവുകൾ ഗോവിന്ദ് സാറിലെത്തിയാൽ അവള് പുറത്താകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുവർണ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശൂളം വിളി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ശൂളം വിളി. അതാരായിരുന്നു? നമ്മുടെ അജാസിക്ക. സുവർണ ഞെട്ടി, സുവർണ പെട്ടു. അങ്ങനെ സുവർണ ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുക. എന്തായി സുവർണ? എല്ലാ തെളിവുകളും മൊബൈലിൽ കൃത്യമായി തന്നെ പതിഞ്ഞോ എന്ന് അദ്ദേഹം ചോദിക്കുക. സുവർണ ഞെട്ടി നിൽക്കുക കേട്ടോ. ആരും ഒന്നും കാണുന്നില്ല എന്നുള്ള അപാര കോൺഫിഡൻസോട് കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ പഴയ പാർട്ട്ണറുടെ കണ്ണ് ഒരു പരുന്തിന്റെ കണ്ണാണെന്ന് നീ അങ്ങ് മറന്നുപോയല്ലേ എന്ന് ചോദിച്ചു. നീ ഇവിടെ ചെയ്യുന്നതൊക്കെ കണ്ട് മാനത്തിറാക്കി പറക്കായിരുന്നു ഞാൻ എന്ന് പറഞ്ഞപ്പം സോ വാട്ട്, നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല അജാസ് എന്ന് പറയുമ്പം ആഹാ അങ്ങനെയാണോ, ആർ യു ഷുവർ എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അപ്പൊ കോൺഫിഡന്റ് ആണോ എന്ന് ചോദിച്ചപ്പോ അതെന്ന് പറഞ്ഞു. പിന്നെ ആ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് മേടിച്ച് നമ്മുടെ അജാസ് അങ്ങ് ഓടി. ഇവള് പിന്നാലെ ഓടി. ഇതിനകത്ത് വളരെ നിർണായകമായ തെളിവുകളുണ്ട്, എനിക്ക് ഫോൺ തരാൻ പറഞ്ഞു, തിരിച്ചു തന്നേ പറ്റുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ ഫോണിനെ നീ അങ്ങ് മറന്നേക്ക്, അതാ നല്ലതെന്ന് പറഞ്ഞപ്പം ഇതെല്ലാം നിന്റെയും ഗീതുവിന്റെയും നാടകമാണെന്ന് ഞാൻ കണ്ടതാ, ഞാൻ ഗോവിന്ദ് സാറിനോടെല്ലാം പറഞ്ഞു കൊടുക്കും, നീയും ഗീതുവും പുറത്താകും എന്ന് പറഞ്ഞപ്പോഴേക്കും അജാസ് പൊട്ടിച്ചിരിച്ചു. പൊട്ടിച്ചിരിച്ചിട്ട് മോളെ സുവർണേ, കിഷോർ ഇഷ്യൂവിൽ ഗീതുവിനോടും നിനക്കൊരു കലിപ്പ് തോന്നി, അതിന്റെ പുറത്താണ് നീ ഇല്ലാ കഥ പറയുന്നതെന്ന് സാറിന് എന്തായാലും മനസ്സിലാകും. ഇനിയിപ്പോ അഥവാ നിന്നെ സാറ് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം നിന്റെ മുന്നിൽ വന്നു നിന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യും. എന്താ ബെറ്റർ ഉണ്ടോന്ന് ചോദിച്ചു. സുവർണയാണെങ്കിലും ഞെട്ടി. നീ വേഗം സ്റ്റാൻഡ് വിടാൻ നോക്കാൻ പറഞ്ഞു. നീ ഗീതുവിന്റെ വാലാട്ടിപ്പട്ടിയാണെന്ന് അറിഞ്ഞാൽ രാധിക മാം നിന്നെ ഷൂട്ട് ചെയ്യും. അപ്പൊ ഏതു മറവിൽ നിന്നും ഒരായുധം പാഞ്ഞു വരുമെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞു തന്നെയാ അജാസ് കളിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും ഭയമില്ലാന്ന് പറഞ്ഞു. എങ്കിൽ നീ ഓർത്തു വെച്ചോ, ഇരുട്ടിൽ നിന്നും നിനക്ക് നേരെ ആയുധം പ്രയോഗിക്കുന്നത് ഈ ഞാനായിരിക്കും, ഈ സുവർണയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അജാസ് ചിരിച്ചു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഫോൺ നിനക്കിനി കണി കാണാൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് സുവർണയെ പൊളിച്ചടിക്കും നമ്മുടെ അജാസ്. നിന്നെ ഞാൻ വെച്ചേക്കില്ലടി എന്നും പറഞ്ഞു വിടുക. അപ്പോൾ വിജയലക്ഷ്മി മാമിന്റെ മകളാണ് രഞ്ജു എന്ന രാധിക മാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് സുവർണ ഇവിടെ എത്തിയതെന്നുള്ള കാര്യം അജാസ് തിരിച്ചറിഞ്ഞു. ഈ വിവരം ഗീതുവിനെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. ശത്രുവിനൊന്നും അറിയില്ല എന്ന് കരുതി മുന്നോട്ട് പോകുന്നത് അപകടമാണെന്നുള്ള കാര്യം നമ്മുടെ അജാസ് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നു. ഇതേസമയം പിന്നെ കാണിക്കുന്നു നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടി ഇങ്ങനെ പോണു. ഗോവിന്ദന് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. ഗീതുവിന് ഉറപ്പായിട്ടും അധികം വൈകാതെ കണ്ണേട്ടൻ എന്നെ ചീത്ത വിളിക്കും ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ ഗീതു. ഈ മൂടൊന്ന് മാറ്റാനിപ്പോ എന്താ ഒരു വഴിയെന്നൊക്കെ ഗീതു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേ. ഗീതുവിന്റെ ഉള്ളു കിടന്ന് പടക്കുകയാണ്. ഗോവിന്ദൻ ഇങ്ങനെ ഇടയ്ക്ക് ഗീതുവിനെ നോക്കും, വണ്ടി ഓടിക്കും, ഗീതുവിനെ നോക്കും, വണ്ടി ഓടിക്കും. ഗീതു അന്നേരത്തേക്കും പാട്ട് വെക്കാൻ തുടങ്ങി. ഗോവിന്ദൻ ഒരു നോട്ടം. അയ്യോ എനിക്ക് കൃത്യം 5 മണിക്ക് പാട്ട് വെക്കണം, ആ പാട്ടിനൊപ്പം എനിക്ക് പാടണം എന്നൊക്കെ പറഞ്ഞ ഗീതു. റിസോർട്ടിൽ ചെന്ന് പാടാൻ പറ്റിയത് ലവ് സോങ്ങാ. ഏത് ലവ് സോങ്ങാ കണ്ണേട്ടൻ പാടി തരുന്നേന്നൊക്കെ ചോദിച്ചപ്പം നിനക്ക് ഞാൻ പാടി തരാവടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അവര് നേരെ അവിടെ ചെന്ന് വണ്ടി നിർത്തി. നിനക്കുള്ള പാട്ട് ഞാൻ പാടി തരാവടി, അതും അവസാന പാട്ട്. ആ പാട്ടിനെ കുറിച്ച് പിന്നെ ഒരിക്കലും നീ ചിന്തിക്കില്ല, ചിന്തിച്ചാലും നിനക്ക് ഞെട്ടലായിരിക്കും എന്ന് പറഞ്ഞു ഗോവിന്ദൻ. നീ ഉണ്ടല്ലോ, നീ എന്റെ ജീവിതം കോഞ്ഞാട്ടയായെന്ന് ചോദിച്ചപ്പോ നീ വെറും കോഞ്ഞാട്ടയല്ല, നീ ഉണ്ടല്ലോ നീ വെറും പേട്ട് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറയാം. അപ്പൊ ഗീതു ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഗോവിന്ദനാണ് ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ട്. എന്താടി നിന്റെ മിണ്ടാട്ടം മുട്ടിയോന്ന് ചോദിച്ചു ഗോവിന്ദൻ. മൗനം വിദ്വാന് ഭൂഷണം. അങ്ങനെയല്ല, ചില പഠിച്ച കള്ളികൾക്ക് ഈ മൗനവും ഭൂഷണമാണെന്ന് നമ്മുടെ ഗോവിന്ദൻ. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, വഴക്കായി, കാര്യങ്ങളായി. ഗീതുവിനാണ് പേടിയാവുന്നുണ്ട്. എന്തായിരിക്കും ഇത്ര കാലിപ്പ്? കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതാണോ പ്രശ്നം? അതൊന്നും ആയിരിക്കില്ല, അതൊന്നും മനസ്സിലായിട്ട് ഞാൻ ഭാവിക്കത്തേയില്ലെന്ന് ഗീതു ചിന്തിക്കുന്നു. ഞാനും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ടാണോ ഈ രീതിയിലുള്ള ഇവരുടെ പ്രതികരണം എന്ന് ഗോവിന്ദ മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പുറം ഇപ്പുറം ഇന്ന് 2 രീതിയിൽ രണ്ടുപേരും മനസ്സിൽ ചിന്തിക്കുക. എന്തായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും കൂടെ അവിടെ ചെന്നു. അപ്പൊ രണ്ടുപേരും കൂടെ കയറി ചെന്നപ്പം ഗീതുവിനോട് ഗോവിന്ദൻ ഓരോന്നോരോന്ന് കിള്ളി ചോദിക്കാം. അങ്ങനെ ഗീതു ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി ഗോവിന്ദൻ ഓരോന്ന് ചോദിക്കുമ്പോൾ വെറുതെ എന്നെ കുത്തി നോവിക്കരുത് കേട്ടോ, ഞാൻ ഭദ്രന്റെയും വിലാസിന്റെയും മോളായി ജനിച്ചത് കൊണ്ടല്ലേ
വിജയലക്ഷ്മിയുടെ മോളായിട്ടാണ് ജനിച്ചതിരുന്നെങ്കിൽ എനിക്കൊരു റോയൽ ലുക്കൊക്കെ കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്താ റോയൽ ലുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത നോട്ടം. രാജകല എന്താ കേട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ കണ്ണേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശിവരഞ്ജനിയുടെ മുഖത്ത് നോക്കിയ ആ രാജകല കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല, അവർക്കൊക്കെ രാജകലയുള്ളോ? കോടീശ്വരനായി എനിക്കെന്താ അതില്ലാത്തെന്നുള്ള ഒരു ഇത് വേണ്ട. ഒളിഞ്ഞും തെളിഞ്ഞും കണ്ണേട്ടന്റെ മുഖത്തും ഒരു രാജകീയതയുണ്ട്. എന്റെ മുഖത്ത് കലയുണ്ടെന്ന് നീ ഗവേഷണമൊന്നും നടത്തണ്ട. ഞാൻ ചോദിക്കാൻ വന്നത് രഞ്ജുവും അവളും തമ്മിലുള്ള ബന്ധം തീർക്കാൻ നീ എന്തിനാ ശ്രമിച്ചത് എന്നുള്ളതാണ്. അത് പിന്നെ അതിനൊരു കാരണമുണ്ട്. ധ്യാൻ കാനഡയിൽ നിന്ന് വരുമെന്ന് അറിഞ്ഞതേ ഞാൻ ടെൻഷനായി പോയി. ധ്യാൻ വന്നു കഴിയുമ്പോൾ ഇനി അത് തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ധ്യാനോട് നമ്മൾ നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ ധ്യാൻ എങ്ങാനും തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഗോവിന്ദനെ കൺവിൻസ് ചെയ്യിക്കുക. പിന്നെ അത് തെറ്റായി പോയോ? കണ്ണേട്ടന്റെ ബന്ധങ്ങളൊക്കെ വിശദമാണെന്ന് ചിന്തിക്കുന്ന ഒരു പാവം ഭാര്യയല്ല ഞാൻ, എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഇവളേതായാലും ഞാൻ വിജയലക്ഷ്മിയുടെ മോനാണെന്നുള്ള സത്യം അറിഞ്ഞിട്ടില്ലെന്ന് ഗോവിന്ദൻ സമാധാനിക്കാം. അവന് രഞ്ജുവുമായുള്ള റിലേഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ അത് പിന്നെ ഗീതു നേരത്തെ കിടന്ന് പപ്പ വെക്കുക. അതെങ്ങനെയാണെന്ന് അറിയാവോ? രഞ്ജുവിന്റെ കൂടെ ഞാനന്ന് ഹോസ്പിറ്റലിൽ നിന്നില്ലേ, അപ്പോഴാ ധ്യാനിനെ കുറിച്ച് അവളിൽ നിന്നും ഞാൻ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പറയുമോ. രഞ്ജുവിന് പോലും അറിയാത്ത ധ്യാന്റെ ഫോൺ നമ്പർ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിച്ചപ്പം അത് ഞാൻ പൊക്കിയെന്ന് പറഞ്ഞു ഗീതു. അതെ, കുറച്ച് ദിവസം മുൻപ് കണ്ണേട്ടന്റെ കണ്ണിലേക്ക് ഒരു ദിവ്യപ്രകാശം വന്നില്ലേ. ആ പ്രകാശം ദൈവം നേരിട്ടത് വന്നതല്ലായിരുന്നു, എൻ്റെ ഫോണിലെ വെട്ടമായിരുന്നു. മാത്രമല്ല കണ്ണേട്ടന്റെ ഫേസ് ലോക്ക് ഞാൻ തുറന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗീതുവിന്റെ ബുദ്ധി ഓർത്തിട്ട് ഗോവിന്ദൻ അന്താളിച്ച് നിൽക്കാം. പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് അതൊരു കുറ്റമല്ലല്ലോ യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞു. ലക്ഷ്യം മാർഗത്തെ സ്വാധീകരിക്കുന്നു എന്നല്ലേ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനപ്പോ പറഞ്ഞു, അല്ല ഈ കണ്ണേട്ടനല്ല, സാക്ഷാൽ ഗുരുവായൂരും വാഴും കണ്ണേട്ടൻ. അതൊക്കെ ഗോവിന്ദനോട് പറയുമ്പോൾ ഗോവിന്ദന് ശരിക്കും തമാശ, ഇഷ്ടം, ആ ഒരു വാത്സല്യം അതൊക്കെ തോന്നുവാണ് ഗീതുവിനോട്. അപ്പൊ നീ ഇപ്പൊ അവളുടെ ലൈഫ് സെറ്റാക്കി, പക്ഷെ എനിക്കും അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. അത് പിന്നെ എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞ് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഗോവിന്ദൻ ഒരു കോള് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടേക്ക് പോവാണ്. അപ്പൊ ധ്യാനും രഞ്ജുവും കൂടെ അങ്ങോട്ടേക്ക് വന്ന കോളായിരുന്നു. അതെന്തായാലും ഇവർ ഇറങ്ങി ചെന്നപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാനല്ലേ എന്ന് രഞ്ജു ചോദിച്ചു. ധ്യാനിനി ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ, അതിനു മുന്നേ കാര്യങ്ങൾ സംസാരിച്ച് ധാരണയാക്കണ്ടേ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ് നേരെ നമ്മുടെ രഞ്ജു. അത് കേട്ടപ്പോൾ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടെ വിഷമത്തോടെ. ഗോവിന്ദ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. മാരേജിന്റെ കാര്യമല്ലേ, കുറച്ച് നാൾ കൂടി ഇങ്ങനെ തുമ്പികളെ പോലെ പാറി പറന്ന് നടന്നിട്ടൊക്കെ പോരെ കല്യാണം എന്ന് ചോദിച്ചു ഗീതു. അതിന് ഒരു തുമ്പി കാനഡയ്ക്ക് പോകുമല്ലേ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് പാറാനാണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അകലത്തിരുന്ന് പ്രണയിക്കുന്നതിന്റെ സുഖം അതൊന്നും അറിയണ്ടേന്ന് ചോദിച്ചു. പറയുന്ന ആളെ ഇതൊക്കെ അനുഭവിച്ചിട്ട് വന്ന് നിൽക്കുകയാണെന്ന് തോന്നുമല്ലോ എന്ന് നമ്മുടെ ഗോവിന്ദൻ അന്നേരം ഗീതുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് കണ്ണേട്ടന് അറിയില്ലാത്തത് കൊണ്ടാ ഗീതുവിന്റെ അനുഭവം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പറയാൻ തുടങ്ങിയപ്പോൾ അത് നമ്മുടെ ഗീതു കയറി തടഞ്ഞു. പിന്നെ അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗീതുവിനെ ഇങ്ങനെ കുത്തി നോവിക്കാൻ, അതായത് രസകരമായ രീതിയിൽ കുത്തി നോവിക്കാൻ ഗോവിന്ദൻ ഓരോ ഇതൊക്കെ ഇങ്ങനെ കാണിക്കാം. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധ്യാനും അതുപോലെ ഗോവിന്ദൻ കൂടെ സംസാരിക്കാനായിട്ട് അങ്ങ് മാറി നിന്നു. പിന്നെ രഞ്ജു അന്നേരം അമ്മയുടെ കാര്യങ്ങൾ കണ്ണനോട് സംസാരിച്ചാലോ എന്ന് ചോദിച്ചപ്പം രഞ്ജു കണ്ണന്റെ പെങ്ങളാണെന്ന് പറയാനായിരിക്കും ചിലപ്പോൾ ധ്യാനെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അതൊക്കെ ഞാൻ ധ്യാനോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. പക്ഷെ ഗോവിന്ദേട്ടന്റെ മുന്നിൽ അവൻ അത് ഭാവിക്കത്തേ ഇല്ല എന്നും പറഞ്ഞു. അപ്പൊ അത് പറയണ്ടായിരുന്നു എന്ന് ഗീതു. എനിക്ക് ധ്യാനിൽ നിന്നും മറച്ചു വയ്ക്കാൻ ഒരു രഹസ്യം ഇല്ലെന്നും പിന്നെ ഞാൻ അവനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മുടെ രഞ്ജു പറയാം. കണ്ണേട്ടന് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ആ രഹസ്യം എന്നോട് ഇതുവരെ പറയാതിരുന്നത് എന്ന് ഗീതു അന്നേരം ചിന്തിക്കുക കേട്ടോ. അങ്ങനെ അവർ തമ്മിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം നമ്മുടെ അജാസ് അങ്ങോട്ടേക്ക് വന്നു. അജാസ് വന്നിട്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് പോവാ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രഞ്ജു തന്നെ ഒറ്റയ്ക്കായി. രഞ്ജു ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഈ സമയം ഗീതുവിനെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ അജാസ് കാര്യങ്ങളെല്ലാം പറയാം. ഇന്ന് സുവർണ അവിടെ വന്നതും അതുപോലെ തന്നെ രാധികാമ്മ കഥകളൊക്കെ അറിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ സുവർണ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായും അവിടെ നടന്ന കാര്യങ്ങൾ രാധികാമ്മയെ അറിയിച്ചിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് ഗീതുവും പറഞ്ഞു. അപ്പൊ രാധികാമ്മയുടെ എല്ലാം അറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം പിന്നീട് പ്രിയയുമായിട്ട് അന്ന് സംസാരിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഗീതു ആലോചിക്കാം. അപ്പൊ രാധികാമ്മ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിയ ഇളക്കി വിട്ടത്. അപ്പൊ അതിനുവേണ്ടി പ്രിയ വന്നതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. രാധികാമ്മ നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോ
കാര്യങ്ങളെല്ലാം സാറ് തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് പ്രിയയെ വെച്ച് അറയ്ക്കൽ രഞ്ജു എത്താതിരിക്കാൻ തടഞ്ഞെന്ന് പറഞ്ഞു. വിജയലക്ഷ്മി അമ്മയുടെ മകളാണ് രഞ്ജു എന്ന് മനസ്സിലാക്കിയതുപോലെ കണ്ണേട്ടന്റെ പെറ്റമ്മയാണ് വിജയലക്ഷ്മി അമ്മയെന്ന് ഞാൻ അറിഞ്ഞെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഗീതു അജാസിനോട്. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കതിന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പെങ്ങൾ ഇന്ന് ഇവിടെ നടത്തിയ എല്ലാ ഡ്രാമയും ഗോവിന്ദ് സാറിനെക്കാളും രാധിക മാം അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങൾ പറയണം. കണ്ണേട്ടന്റെ അമ്മയാണോ വിജയലക്ഷ്മി അമ്മയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും രാധികാമ്മ. പക്ഷെ അത് നമുക്ക് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാം അറിയാത്ത ഭാവം നമ്മുടെ മുന്നിൽ അവർ നടിക്കുകയാണെങ്കിലും രാധിക മാമിന്റെ സ്വഭാവം വെച്ച് അവരറിഞ്ഞ കാര്യം പുറത്ത് കാണിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. ഇതും മനസ്സിൽ വെച്ച് പെങ്ങളെ എങ്ങനെ തറ പറ്റിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും അവരെന്നുള്ള കാര്യം അജാസ് നേരം പറഞ്ഞു. ആ ഭാഗത്തു നിന്ന് എന്തും പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് നേരത്തേക്കും ഗീതവും പറയാം. ചിലപ്പോ ഈ ഒളിച്ചുകളിയെല്ലാം അവസാനിപ്പിച്ച് ഡയറക്റ്റ് ഫൈറ്റിലേക്ക് കടക്കേണ്ടി വരുമെന്നും ഗീതു ഇങ്ങനെ പറയുന്നു. അങ്ങനെ അജാസും ഗീതുവും കൂടെ സംസാരിക്കുമ്പോൾ എന്തിനും പെങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് നമ്മുടെ അജാസ് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഈ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗോവിന്ദും അതുപോലെ നമ്മുടെ ധ്യാനും കൂടെ നിന്ന് സംസാരിക്കുന്നു. അപ്പൊ എന്ത് വന്നാലും ഞാൻ അവളെ കയ്യൊഴിയില്ലെന്നും അവൾക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ധ്യാനം നേരത്തേക്കും ഗോവിന്ദനോട് പറയുന്നു. അങ്ങനെ ഗോവിന്ദും ധ്യാനും കൂടെ സംസാരിക്കുന്നിടത്ത് ധ്യാനിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ധ്യാൻ ഗോവിന്ദനോട് പറയുന്നു. രഞ്ജുവിന്റെ ഏട്ടനായിട്ട് നിന്നുകൊണ്ട് ഒന്നും വ്യക്തമായി തുറന്നു കാണിക്കാത്ത രീതിയിൽ എന്നാലെല്ലാം പറയുന്ന രീതിയിൽ ആ ഒരു ഇത് ഗോവിന്ദനും പറയുന്നു. പിന്നെ ഗീതു ഇതിനകത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ധ്യാൻ പറയാണ് ഗോവിന്ദനോട്. എനിക്ക് അവളോടുള്ള പ്രണയം എത്രത്തോളം ആത്മാർത്ഥമുള്ളതാണ് എന്ന് തിരിച്ചറിയിച്ച് തന്നത് ഗീതു ആണെന്നും ഗീതു ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ധ്യാൻ ഗോവിന്ദനോട് പറയുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഗീതുവിനോട് നമ്മുടെ ഗോവിന്ദനുണ്ടായ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുതല് അതൊക്കെ വാക്കുകൾക്ക് അതീതമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.